ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഇത് ഐറ്റം വേറെ എല്ലാമായ 3 പേർ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രജോ ചേട്ടാ. വൈപി നഗർ റെസിഡൻസ് അസോസിയേഷൻ കൊടശനാട് പന്തളത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഷോ സ്ഥിരമായിട്ട് കാണാറുള്ള ആൾക്കാരാണോ എല്ലാവരും? അതെ, എല്ലാവരും കാണാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുക്കാനായിട്ട് എത്തിയതും നിങ്ങളുടെ കൂടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നതും. എല്ലാവരും ഉഷാറായിട്ട് ഇവിടെ വരുന്ന ഓരോ സ്കിറ്റും കണ്ട് മനസ്സറിഞ്ഞ് ചിരിക്കുക. ഓക്കെ, ഇവിടുന്ന് കണ്ടിട്ട് ഒരു കൊയർ സംഘത്തെ നോക്കുന്ന പോലെ ഉണ്ട് എനിക്ക്. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. ടീം എസ് വരുന്നു. അപ്പൊ നിങ്ങൾ ചാടിക്കേരി പേര് വരാൻ നിൽക്കരുത്. സൂര്യശ്രീ ഉണ്ട്, ശ്രീജു ഉണ്ട്, ഷജീർ ഉണ്ട്. വേണ്ട വേണ്ട, നിങ്ങൾ എന്റെ അടുത്ത് ഇനി ഒരു കാര്യം പോലും പറയണ്ട. വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചുള്ള ജീവിതം എനിക്ക് മടുത്ത. എനിക്ക് എന്റെ പൊന്നെ, നീ ഇങ്ങനെ പിണങ്ങി പോകാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ട്? എന്താ പ്രശ്നം പറ. ഒന്നും ഉണ്ടായില്ലേ? ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ നിങ്ങൾ ഇനി മേലെ ചീട്ട് കളിക്കത്തില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ആ വാക്ക് പാലിച്ചോ? എടി, ഈ ന്യൂ ഇയർ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞങ്ങളെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് അത് ചെയ്യില്ല ഇത് ചെയ്യില്ല സത്യം ചെയ്യാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം. ദൈവമേ, ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ടാ സത്യം ചെയ്ത എന്റെ തല അങ്ങാണ് പൊട്ടിപ്പോയി. ഞാൻ എന്തോ ഈ മനുഷ്യ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ? എടി, അങ്ങനെയാണെങ്കിൽ ലോകത്ത് 90% ഭാര്യമാർക്ക് തലയെ ഉണ്ടാവത്തില്ല. നീ അത് വിട്. നിങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് വിളിക്കണോ? കളിച്ചേ പറ്റൂ. വൃത്തികെട്ട ഈ ചീട്ട് കളിയാ നമുക്ക് എല്ലാം നഷ്ടം ഉണ്ടാക്കിയത്. എടി, എനിക്കറിയാം ഈ നഷ്ടമൊക്കെ ഉണ്ടായത് ഇത് കാരണമാണെന്ന്. അത് തിരിച്ചു പിടിക്കാനല്ലേ ഞാൻ വീണ്ടും കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, കഴിഞ്ഞ 2 വർഷം ചീട്ട് കളിച്ച് തോറ്റപ്പോഴും നിങ്ങൾ ഇത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്. ആ കളിച്ച് കളഞ്ഞ കാശ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, നമുക്കൊരു ബെൻസ് കാർ വാങ്ങിക്കായിരുന്നു. അറിയാവോ? നിന്റെ അച്ഛന് ചീട്ട് കളിക്കറിയാം? എന്റെ അച്ഛൻ ഇപ്പൊ ചീട്ട് കളിക്കത്തില്ലെന്ന് പറയുമ്പോ നിങ്ങൾ പറയും എന്നാ ആ കാറിന്റെ കീ ഇങ്ങ് എടുത്തോണ്ട് വരാൻ. ഈ മാട്ട കോമഡി ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉള്ള കോമഡി ഷോ മൊത്തം കണ്ടിട്ട് എനിക്കൊന്നും അടിക്കാനും പറ്റൂല. നിങ്ങളുടെ കൂട്ടുകാരന്മാരാ നിങ്ങളെ നശിപ്പിക്കുന്നത്. എടി, അവരെ വീട്ടിൽ പറഞ്ഞ് ഞാനാണ് അവരെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ധാരണയിലെത്തണം. ഞങ്ങൾക്കിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയാണ് സംസാരിച്ച് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം സാർ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ എത്ര നാൾ കൊണ്ട് നിങ്ങളോട് പറയാം ഒന്ന് നന്നാവാൻ, ഒന്ന് നന്നായിക്കൂടെ? എടി, എനിക്ക് നന്നാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നന്നായാൽ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കും. സ്വന്തം മക്കൾ നന്നാവുന്നതിന് ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാർക്ക് ഈഗോ ഉണ്ടോ മനുഷ്യ? എടി, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 32 വർഷമായിട്ട് എന്റെ അമ്മ എന്റെ അടുത്ത് പറയണ നന്നാവാൻ. അപ്പൊ ഇന്നലെ കയറി വന്ന നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കോ ഇല്ലേ? അടിക്കോ? നിങ്ങൾ നന്നാവിയല്ല, നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ നന്നാവത്തില്ല. നീ ഇങ്ങനെ പിണങ്ങി പോവാതെ പൊന്നെ. ഞാൻ പോവും, വേണമെങ്കിൽ പോവും ഞാൻ. ഓക്കോ? അല്ലെങ്കിലും എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു. കല്യാണത്തിന് മുമ്പും ഇപ്പോഴും എല്ലാം. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണ് അതിൽ തീരുവല്ല. അയ്യോ, പാതിരാത്രി 12 മണിക്ക് ഇവിടെ പറമ്പിൽ കിടന്ന് സെന്റിമെന്റ്സ് അടിക്കാതെ വീട്ടിൽ കയറി പോ മനുഷ്യ. ഞാൻ എന്റെ വീട്ടിൽ പോകണം. എടി, അങ്ങോട്ട് പോകരുത്, അവിടെ പ്രേതമുണ്ടെന്ന്. അയ്യോ, കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ ഒരു പ്രേതത്തിന്റെ കൂടെ താമസിക്കുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ബോഡി ഷെയ്മിങ് ചെയ്തല്ലടി. ഇതിനുള്ളത് നിനക്ക് യൂട്യൂബിന്റെ താഴെ കിട്ടും. എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടാതിരിക്കുന്ന പോലെ നിങ്ങൾ ഈ പറയുന്നത്. ഇതോടെ ഞാൻ അങ്ങ് സഹിച്ചു. എന്നെ പോവരുത്. ഞാൻ പോവും. അപ്പൊ പോവാൻ തീരുമാനം? ഞാൻ പോവാൻ തീരുമാനിച്ചു. എന്റെ പുറകെ വരരുത്. എന്റെ പുറകെ നടക്കാനല്ല, എനിക്ക് നിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം. നിങ്ങൾ എനിക്ക് ഒപ്പം നടക്കാനല്ല, എനിക്ക് നിങ്ങൾ നഗർന്ന് നടക്കാനാ എനിക്ക് ഇഷ്ടം. ഈ ചീട്ടുകളി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല. പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ഈ ചീട്ടുകളി. അന്ന് പലതും പണയം വെച്ച് കളിച്ചോണ്ടിരുന്നത് ഇതിനെ പറഞ്ഞോണ്ടിരുന്നത് ചൂതാട്ടം എന്നാണ്. അതൊക്കെ അറിയാമോ? എന്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം തുറന്നങ്ങ് പിടിച്ചാൽ മതിയല്ലോ. പോയി പല പണി നോക്ക് മനുഷ്യ. പോയിട്ട് അപ്പൊ നീ പോകാൻ തീരുമാനിച്ചു. നീ പോകുന്നതിന് മുമ്പ് എന്റെ വിശ്വസ്തനായ എന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. എന്റെ വിശ്വസ്തൻ. ഹലോ ഹലോ, കൺട്രാക്കേ. ആന്റണി എവിടാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് കേട്ടാ മതി. എത്രയും പെട്ടെന്ന് വീട്ടിന്റെ പുറകുള്ള പറമ്പിലോട്ട് പെട്ടെന്ന് വാ. നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കേ. നീ ആവശ്യമില്ലാത്ത വളച്ചൊടിക്കണം. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ. പറഞ്ഞേട്ടാ, പോടി നീ വീട്ടില്. ഞാൻ വീട്ടിൽ പോവും. നീ എങ്ങാനും പോയി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ഈ കണ്ടു ചാടിച്ചാവും. സത്യമായിട്ടും ചാടും. അങ്ങനൊന്നും ഞാൻ പോകത്തില്ല. സ്നേഹമുണ്ട്. നിന്നെയൊക്കെ വരച്ച വരെ നിർത്താൻ എനിക്ക്. അയ്യോ, സ്നേഹമുള്ളതല്ല. ഇന്ന് ഞാൻ പോയിട്ട് വീണ്ടും ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇരട്ടി ഓട്ടോ കാശ് കൊടുക്കണം. ഇതാകുമ്പോ ഒറ്റ അടിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. എടുത്ത് ചാട് മനുഷ്യ, ചാട്. വല്ലാത്ത മനസ്സിനടി നിന്റെ, വല്ലാത്ത മനസ്സ്. കൺട്രാക്കേ. എന്റെ വിശ്വസ്തനായ എന്റെ ആന്റണി വന്നടി. എന്റെ ആന്റണി. പറമ്പിലേക്ക് വിളിച്ചപ്പോഴേ തോന്നി ഇവിടെ വെള്ളം ഉണ്ടാവൂലെന്ന്. എന്നെ പോലെ അല്ല ശീലമില്ലല്ലോ. കണ്ടാ, ബുദ്ധി ഇല്ലെങ്കിലും
കാര്യം കൃത്യസമയത്ത് അവൻ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കണ്ട അതാണ് എന്റെ കൂട്ടുകാരൻ ആന്റണി. എന്റെ ആന്റണി പെരുമ്പാവൂര്, എന്റെ ചങ്ക്. ആന്റണി പെരുമ്പാവൂരിന്റെ കഷ്ടത്തിൽ എന്തുവാ? ബോൾ ഷീറ്റ് ആയിരിക്കും. അല്ലല്ല നമുക്ക് കളിക്കാൻ കുത്തിച്ചീട്ടാ. എടാ ഇവള് ഞാൻ ചീട്ടുകളി കാരണം പിണങ്ങി വീട്ടിൽ പോകാൻ നിൽക്കുന്ന പെണ്ണ. അതിന്റെ ഇടയിൽ ഈ ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന് നീ എന്റെ കുടുംബം കലക്കോ? ഇതൊന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിന്റെ ഇങ്ങേര് നന്നാവത്തില്ല. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ചേച്ചി പിണങ്ങി നിൽക്കണം. പിണങ്ങി നിൽക്കണം. ഇതിപ്പോ ഞാൻ ശരിയാക്കി മാറിക്കാം. ചേച്ചി പോണെങ്കി പൊയ്ക്കോ. പറഞ്ഞോളാ ഞാൻ വിളിച്ചത്. നീ ഞാൻ പറയട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? 24 മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള്. ഒരു മയത്തി തള്ളടാ. ഞാൻ പറയട്ടെന്ന്. പണി സൈറ്റിൽ വന്നു കഴിഞ്ഞാ തൂക്കുകട്ട താഴെ വെച്ചിട്ട് ഫോണും പിടിച്ചിരിപ്പാണ്. ആരെ വിളിക്കാനാണ്? ചേച്ചിനെ വിളിക്കാൻ. ചേച്ചി കഴിച്ചോ? കൊച്ചെന്തെടുക്കുന്നു? കൊച്ചെന്തെടുക്കുന്നു? അയ്യോ ഞങ്ങൾക്ക് അതിന് കൊച്ചില്ല. ഈ മനുഷ്യൻ വേറെ ആരാണ്ടിയാ വിളിക്കുന്നത്? നിങ്ങൾ വേറെ ആരെയോ വിളിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ. ഇയാൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ എന്നെ വിളിച്ചിട്ട് പറയും, എടി കൗസല്യേ ചോറായോടി. ഈ ഒരൊറ്റ കോള് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അയ്യോ ഞാൻ എപ്പോഴും ചോദിക്കുമ്പോ ഭാര്യയാണ് ഭാര്യയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. വേറെ എന്തെങ്കിലും ഇടപാട് എനിക്ക് പറയാൻ പാടില്ലായിരുന്നോ? ഇതൊക്കെ നിന്റെ അടുത്ത് ഇവിടെ വന്ന് വിളമ്പാൻ ഞാൻ പറഞ്ഞ നീ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്ക്. അതൊക്കെ പിന്നെ പറയാം. ഞാൻ ക്ലിയർ ചെയ്യാം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുവാടാ? ഈ ചേട്ടന് ചേച്ചിയോട് ഇഷ്ടമെന്ന് മാത്രം പറയരുത്. അങ്ങനെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന് 3 വണ്ടിക്ക് ചേച്ചിയുടെ പേരിടൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആന്റണി. സിമന്റ് കോരുന്ന അർബാനയ്ക്ക് കൗസല്യ എന്ന് പേരിട്ട് ഇത്ര വലിയ അഭിമാനമൊന്നും ഞാൻ അറിയില്ല. വണ്ടിയല്ലേ? എന്തൊരു വണ്ടിയാ മനുഷ്യ? വണ്ടിയല്ലേ ഇത്? അതായത് മാറിക്കാൻ നിങ്ങൾ ഇങ്ങനെ പിണങ്ങല്ലേ. ചേട്ടൻ പോയിട്ട് ചേച്ചിയുടെ തലയെ കൊണ്ട് സത്യം ചെയ്യും. ഇത് മാറിക്കോളുന്നു. വർക്കൗട്ട് ആവുന്ന തോന്നല്ല. 1-ാം തീയതി ന്യൂ ഇയറിന് എന്റെ തലേ തൊട്ട് സത്യം ചെയ്ത ഈ മനുഷ്യൻ എനിക്ക് വേണ്ട. ഇയാളുടെ സത്യം എനിക്ക് വേണ്ട. അത് ന്യൂ ഇയർ അല്ലേ? ഇത് ഡേറ്റ് മാറി. അപ്പൊ കുഴപ്പമില്ല. ഒന്ന് സത്യം ചെയ്യുന്ന തല തൊട്ട്. ആ എന്റെ പൊന്നാണ്, എന്റെ ചക്കര സത്യം. ഞാൻ ഇനി ചീട്ട് കളിക്കൂല. ഇത് സത്യം സത്യം സത്യം. കണ്ടോ? അയാളെ സത്യം തുടച്ചു കളഞ്ഞു. എടി, സത്യം തുടച്ചല്ല, നിന്റെ തലയിലെ ഡൈ തുടച്ചു കളഞ്ഞാണെന്ന്. നാട്ടുകാര് മൊത്തം പറഞ്ഞു എന്റെ തലേ ഡൈ ആണെന്ന്. ചേച്ചി നിങ്ങൾ ഡൈ അടിക്കത്തില്ലേ? നിങ്ങൾ അടിക്കത്തില്ലേ? നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും ഒറ്റ കൊടുക്കോ? ഇങ്ങനെ എന്നെ ഒറ്റ കൊടുത്ത് ഇങ്ങനെ എന്നെ ചേച്ചി കിടന്ന് കരണമെന്ന് പോയി സമാധാനിപ്പിക്കേ. ചക്കരെ കൊടുത്ത് മിണ്ടരുത് എന്റെ അടുത്ത്. ഈ പിണങ്ങാതാ ഇങ്ങോട്ട് നോക്ക്. എനിക്ക് കാണണ്ട നിങ്ങളെ. എന്റെ ചേട്ടന്റെ സുന്ദരമായ മുഖം നോക്കടി നീ. യോ ഇതെന്തോന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമോ? എന്തുവായത്? അതെ അതെ അതെ. നമ്മൾ എല്ലാ ദിവസവും ഈ ക്ലബ്ബിൽ പോണോണ്ടാണ് ഈ ചീട്ട് കളിക്കുന്നത്. ആദ്യം ഈ ക്ലബ്ബിൽ പോണ പോക്ക് അങ്ങ് നിർത്തണം. ക്ലബ്ബിൽ വിളിച്ചിട്ട് പറ, നാളെ മുതൽ നമ്മൾ ചീട്ട് കളിക്കില്ലെന്ന് പറ. വിളിക്ക് ഫോൺ വിളിക്ക്. ആ സുരേഷ് എല്ലാ കൂട്ടുകാരോടും പറയുന്നു വരത്തില്ല. വിളിക്ക്. ലൗഡ് സ്പീക്കർ ഇട്. ചേച്ചി കേട്ടോണേ. ലൗഡ് സ്പീക്കർ ഇട്. സുരേഷേ. ഹലോ, എന്തോടാ? അളിയ, നാളെ തൊട്ട് ഞാൻ ക്ലബിലോട്ട് വരുന്നില്ല. ഇനി ചീട്ടുകളി എന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഞാൻ ചീട്ടുകളി നിർത്തി. ഭാര്യ അടുത്തുണ്ടോടാ? ഉണ്ട്. ഞാനും ചീട്ടുകളി നിർത്തി. ഭാര്യ എഴുന്നേറ്റ്. നാളെ സംസാരിക്കാം. ശരിയല്ലേ? ഒരു വഴിയാ. സിനിമ കാണാറുണ്ടോ? ഈ പച്ചപാരാത്രിക്ക അതല്ലെന്ന്. ഈ ചിത്രം സിനിമയില് മോഹൻലാലും രഞ്ജിനി തമ്മിൽ ഭയങ്കര ഉടക്കാണ്. രഞ്ജിനി പിണങ്ങി പോണ സമയത്താണ് മോഹൻലാല് സോമിനാഥ പരിപാലയാസുമാ സോമിനാഥ പരിപാലയാസുമാ കാര്യം പറ. ഇത് പാടിയപ്പോ രഞ്ജിനി തിരിച്ചു വന്ന്. അതുപോലെ 6-ാം തമ്പുരാൻ സിനിമയില് മഞ്ജു വാര്യർ മോഹൻലാലും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. മഞ്ജു വാര്യർ എന്തോ പറഞ്ഞ് പിണങ്ങി പോണ സമയത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടി, ഹരിമുരളീരവം. ആന്റണി, ഓ ഒന്നൂടെ പാട്. ഹരിമുരളീരവം. കാര്യം പറ. ഇത് പാടിയപ്പോ മഞ്ജു വാര്യർ തിരിച്ചു വന്ന്. ഇതേപോലെ ചേച്ചി പോകുമ്പോ നിങ്ങളൊരു പാട്ട് പാടിയാൽ മതി. ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന്. ഇതേ വർക്കൗട്ട് ആവുന്നു. നിങ്ങളൊരു പാട്ട് പാട് ശരിയാവുമെന്ന്. ചേച്ചി പോണേ 1 2 സ്റ്റെപ്പ് വെച്ച് പാട്. പടകാളി തണ്ടി തങ്കരി പോക്കരി മാക്കരി ഭഗവതി അലിവോടി നിത്തിരി കനിയണമേ. നല്ല സെലക്ഷൻ. ഒരു ഭാര്യ പിണങ്ങി പോകുമ്പോ പാടാൻ പറ്റിയ പാട്ട്. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാടാൻ പറഞ്ഞത്. ഇത് യുദ്ധം തുടങ്ങണ പാട്ടാണല്ലോ പാടിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇയാൾ നന്നാവത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചേച്ചി പാട് നോക്കി പോ ചേച്ചി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇയാൾക്ക് പണി സൈറ്റിൽ 4 കാമുകിമാരുണ്ട്. തന്നെ എന്തിനു കൊള്ളാറോ? എടാ, നിന്നെ കോംപ്രമൈസ് ചെയ്യാനുള്ള വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോ 2 വഴിക്കാക്കി. എടാ, നീ നാളത്തോട് പണിയും ചോദിച്ചു ഇങ്ങോട്ട് വരരുത്. പോടാ പോ. ആന്റണി പെരുമ്പാവൂര് എന്റെ ബക്കറ്റ്. നിന്റെ ബക്കറ്റ് എടുത്തോട്ട് പോടാ. എങ്ങോട്ടാ പോണത്? വരണ വഴിക്ക് പോണത് വേറെ വഴിക്ക്. എങ്ങനെ അവൾ എനിക്ക് തിരിച്ച് വിളിച്ചേ പറ്റൂ. അവളില്ലാതെ പറ്റൂല. സുഭാഷേ. അല്ല എന്തോടാ? അളിയാ, ചീട്ടുകളി വീട്ടിൽ വിഷയമായി. അവള് പിണങ്ങി അങ്ങ് പോയി. അയ്യോ,
അവള് വണ്ടി കയറിയാ നീ ഒന്ന് നോക്കണം. അളിയ ചോര കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും. അവളെ നിന്റെ കൂടെ വണ്ടി കയറിയാ നോക്കാനല്ല പറഞ്ഞത്. അവള് ബസ് കയറി വീട്ടിൽ പോയാൽ നീ ഒന്ന് നോക്കണം. എന്നിട്ട് അവളെ വിളിച്ചിട്ട് നീ പറയണം അവളെ ഭർത്താവ് കിണറ്റിൽ ചാടിയെന്ന്. നീ ചാടിയാ കിണറ്റി? ചാടിയില്ല. അങ്ങനെ പറയുമ്പോഴെങ്കിലും അവള് തിരിച്ചു വരുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഓ ഞാൻ പറയാളിയാ, പറഞ്ഞോളാം. എടി നിന്നെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. ഓ, വയറു ഇറങ്ങി ചുമ്മാരുന്ന് തിന്നോണ്ട് തന്നെ മര്യാദക്ക് പണിക്കെങ്ങാനും പോയിരുന്നെങ്കിൽ ഇന്ന് 6 പാക്കാണ് 6 പാക്ക്. അയ്യോ അണ്ണ പോയേ. അയ്യോ 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 വേഗത്തിൽ വന്നേ നേരത്തിൽ പൊന്നെ വാടി. അയ്യോ നല്ലെണ്ണം പോയേ. നല്ലെണ്ണയോ? അയ്യോ എന്റെ അണ്ണം പോയേ. അണ്ണാ അണ്ണാ. അയ്യോ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കിണറ്റിൽ ചാടുമെന്ന് ഞാൻ കരുതിയോ? കൺട്രാക്ക് പോയടാ. ചേച്ചിയല്ലേ പോവാൻ വേണ്ടി വന്നിട്ട് കൺട്രാക്ക് പോയാ? വെളിവില്ലാതെ നിന്റെ കൺട്രാക്ക് കിണറ്റിലെടുത്ത് ചാടിയെന്നാ പറയുന്നത്. അയ്യോ എന്റെ കൺട്രാക്ക് പോയേ. ഒറ്റൊരുത്തർ ഇവിടെ വന്നത് കൊണ്ടാണ് കൺട്രാക്ക് പോയത്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അയ്യോ നീ കാരണം അല്ലടാ. അങ്ങനെ ഞാൻ വെറുതെ സംശയിച്ചില്ലേ, അതുകൊണ്ട് അയാൾ ചാടിയത്. അതൊന്നുമല്ല, ഞാൻ കാറാണ് ചേച്ചി. ആരേലും ഒന്ന് വിളിക്കടാ പെട്ടെന്ന്. എനിക്ക് എന്റെ കൈ തളരണ്ട്, കാല് തളരണ്ട്. ഞാൻ കുറച്ചെടുത്തോട്ടെ. അയ്യോ അവസാനമായിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതൊന്ന് ഉപയോഗിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഈ കിണറി ചാടുന്നതിന് പകരം ഞാൻ കൊണ്ടുവന്ന ആ ബക്കറ്റ് ചാടാൻ പാടില്ലായിരുന്നോ? നീ ഇതെന്തോടാ ഈ കാണിക്കുന്നേ? എന്റെ ചേട്ടൻ മുന്നിരുന്ന് പറയുന്നു ചീട്ട് നിരത്തണത് കളി. അവിടെ ഇരുന്ന് കളിക്കാതെ ഈ കിടക്കുന്ന ആളെ രക്ഷിക്കണം. ഇങ്ങോട്ട് പാടാവുന്ന്. എനിക്കറിയാമോ? അയ്യോ എന്റെ ദൈവമേ. എടാ കർമ്മം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലടാ. ഒരു കുഞ്ഞില്ലല്ലോടാ ഞങ്ങൾക്ക്. അയ്യോ ഇനി ഞാൻ ആ സത്യം മറച്ചു വെക്കണില്ല. എന്തോടാ? ഇത്രയും നാളും മനസ്സിന്റെ ഉള്ളിൽ മൂടി വെച്ച് നടക്കാറ് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്കും സൂക്ഷിപ്പുകാരൻ. എന്തുവാടാ? ഞങ്ങളുടെ പണിസൈറ്റിലെ രമണിയുടെ മൂത്ത കൊച്ചു ഉണ്ണിക്കുട്ടൻ ചേട്ടന്റെയാ. ഞങ്ങളുടെ പണിസൈറ്റിലെ രമണിയുടെ മൂത്ത കൊച്ചു ഉണ്ണിക്കുട്ടൻ ചേട്ടന്റെയാ. ആന്റണി ഒരു 2 ലോഡ് മണല് കിട്ടുവാടാ. എന്തിനാ? ഈ കിണറ്റിനകത്തിട്ട് അങ്ങനെ മൂടാനാടാ. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ഇയാളെ അറിയത്ത പോലും ഇല്ലെന്ന് പറഞ്ഞേരം ഞാൻ നാട്ടുകാരോടി വരെ പൊട്ടക്കിണർ മൂടാൻ വേണ്ടി പോണേ. അയ്യോ ചേച്ചി മൂടല്ലേ ചേച്ചി, ബാബൻ ചേട്ടാനേ. അയ്യോ എന്റെ കൺട്രാക്കിനെ മൂടാ പോണേ. ആന്റണി പെരുമ്പാവൂരെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ തന്നെ. നിങ്ങൾ മരിച്ചില്ലായിരുന്ന? മരിച്ചില്ലായിരുന്നു, പക്ഷെ നീ എന്നെ കൊന്നു. എന്താ കാണിക്കാൻ വേണ്ടി പോണത്? അവളെ കയ്യിൽ നിന്ന് നരകതുല്യമായി മരിക്കുന്നതിനെക്കാട്ടി നല്ലത് കിണറ്റ് ചാടിച്ചാവുന്നു. കൺട്രാക്ടർ മരിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പത്തെ കിണറ്റിക്കെടുത്ത് ചാടി. അങ്ങനെ മരിച്ചിട്ടില്ലല്ലേ? അങ്ങനെ വെള്ളം കുടിച്ച് ചാവാ ഞാൻ സമ്മതിക്കത്തില്ലടാ. ഞാൻ അങ്ങനെ വെട്ടി ഞാൻ ഇനി 2 കോടി കിണറ്റിനകത്ത് പോയിട്ട് എന്താണോ പരിപാടി? അതെ അണ്ണാ നിങ്ങൾ തല്ലു പിടിക്കല്ലേ അണ്ണാ. ചേച്ചിക്ക് അനക്കൂലല്ല, തലയടിച്ച് ബോധം പോയതായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, അവള് ഉണരുന്നതിന് മുമ്പേ ഒരു കുത്ത് ചീട്ട് അങ്ങോട്ടിട്. കിണറ്റിലാണെങ്കിലും നിങ്ങൾ ചീട്ട് കളിക്കാതിരിക്കൂലല്ലേ? ശീലമായി പോയടേ. നല്ലൊരു കൈഡി, നല്ല ഉഗ്രൊരു കൈഡി. പലതരത്തിൽ പല സ്കിറ്റിലും നമ്മളിവിടെ കിണറ്റിൽ ചാടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ കിണറും പൊളിച്ചോണ്ട് ചാടിയ ഒരു സ്കിറ്റ് ഇതായിരുന്നു. പ്രചോദേട്ടാ അടിപൊളിയായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. ഇതൊക്കെ എല്ലാവരിലും നടക്കുന്ന സാധാരണക്കാർ കാണുകയും സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ. പിന്നെ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ള ശ്രീജി രജിസ്റ്റർ ചെയ്തു. അത് ചെയ്തില്ല, ഇത് ചെയ്യില്ലത് ഭർത്താക്കന്മാർക്ക് ശബ്ദം കൊടുക്കാനുള്ള ഡേ ആണ്. സത്യമാണത്. ഇത് ഗംഭീരമായിരുന്നു. അതായത് ഒരു ചീട്ടുകളി, അതിൽ ഗുലാൻ എടുത്ത് കളിച്ചു എന്നുള്ളതാണ്. അതിനകത്തൊരു ഏറ്റവും വാല്യുള്ള എന്താണോ അതെടുത്ത് നിങ്ങൾ കളിച്ച്, പിന്നെ ഒരു കിണർ അവിടെ ഉണ്ട്. ആ കിണറിനകത്തുള്ള പരിപാടി. പിന്നെ നമുക്ക് ഏറ്റവും അധികം ചിരി വന്നെന്ന് വെച്ചാൽ നമ്മളെ ചിരിപ്പിക്കുന്നതിനപ്പുറം ആ കിണറിനകത്തായിട്ട് 3 പേരൂടെ കയറി ഇറങ്ങി ക്ലൈമാക്സ് അവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുമെന്നുള്ളതാണ്. 3 പേരും കിഡിലം ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും.
നിങ്ങൾ സത്യം പറയാം, ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യണം, ഗ്രൂമിങ് സെക്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ കൊണ്ടുപോകണം എന്ന് ബാക്കിയുള്ളവർക്കും ഒരു മെസ്സേജ് കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം അല്ലെങ്കിലൊന്നും നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് ഇത് ഈ അടുപ്പിച്ചടുപ്പിച്ച സ്കിറ്റുകൾ ഇത്രയും ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ബുദ്ധിമുട്ട് നിങ്ങൾ ഏറ്റെടുത്ത് വളരെ നിസ്സാരമായിട്ട് ഐറ്റം വേറെയിലെ 3 ഗംഭീര ആർട്ടിസ്റ്റുകളായി മാറിയിരിക്കുകയാണ്. ഇതേ ലെവലിൽ കീപ്പ് ചെയ്ത് പോവുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ് 3 പേർ. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ്. ഇത് ആരുടെ ഐഡിയ ആണിത്? ശശാങ്കന്റെ ഐഡിയ ആണ്. ശശാങ്കന്റെ. അതെനിക്ക് മനസ്സിലായി, അവൻ അനുഭവസ്ഥനാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഷെജീറിന്റെ ഐഡിയ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഇവനാണ് ഇങ്ങനെയുള്ള പരിപാടികൾ, ന്യൂ ഇയറിന് സത്യം ചെയ്യലും ഒക്കെ. ഇതൊക്കെ കറക്റ്റ്. ഞാൻ ഷെജീറിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഓക്കെ, 3 പേരും നന്നായിരുന്നു. 3 പേരും ഈ പറഞ്ഞതുപോലെ പെർഫോമൻസ് വൈസ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന 3 പേരാണ്. നിങ്ങളുടെ കോമ്പിനേഷനും ഉഗ്രം കോമ്പിനേഷനാണ്. ആ ഒരു ചേഞ്ച്, ഒരാളുടെ പെർഫോമൻസ് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേര് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുണ്ട്. ഇപ്പം സൂര്യശ്രീ മറ്റേത് ടീമിൽ വരുന്നതിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഇവരുടെ 2 പേരുടെയും കൂടെ നിൽക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ശ്രീജു ഏറ്റവും കൂടുതൽ കംഫർട്ട് ആവുന്ന ഇവർ 2 വരുന്ന പോലാണെന്ന് എനിക്ക് വരുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഷെജീറിൻ്റെ കാര്യം. ഷെജീർ മറ്റ് ടീമിനൊപ്പം കളിക്കുന്ന ആ ഒരു പ്ലേ അല്ല ഷെജീർ ഇവിടെ വരുമ്പോൾ. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല സ്കിറ്റായിരുന്നു. കാര്യം നമുക്കെല്ലാ ഭർത്താക്കന്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണത്. എല്ലാ ന്യൂ ഇയർ ആകുമ്പോഴും എന്തെങ്കിലും റെസൊല്യൂഷൻ നമ്മൾ എടുത്തിട്ട് എല്ലാ തവണയും അത് പൊളിയാറുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കത് കണക്റ്റായി. ഈ സത്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ലൊരു നീറ്റ് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. നല്ല നീറ്റായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഓൾ ദ വെരി. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, അല്ല, നമ്മുടെ ഈ വേദിയിൽ കയറുന്ന ഇപ്പോഴത്തെ ഓരോ സ്കിറ്റുകൾ എടുത്തു നോക്കിയാലും നമ്മളൊരു കോമഡി ഷോ കാണുന്ന ഫീലിങ്ങിലല്ല ചെയ്യുന്നത്. മൊത്തത്തിലൊരു സിനിമാറ്റിക് ആയിട്ട് പോവുകയാണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, അത് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ പോലും അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ബഹളവും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ചിരിപ്പിക്കണമെങ്കിൽ. പൊട്ടിച്ചിരിയും വേണമെന്നില്ല, പക്ഷെ ആസ്വദിക്കണം, കണ്ടിരുന്ന് ഇങ്ങനെ നോക്കണം. ചില സത്യൻ അന്തിക്കാട് സാറിൻ്റെയൊക്കെ പടം കാണുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലം കിട്ടിയല്ലേ എന്ന് പറഞ്ഞവരായിട്ട് നമ്മൾ ഇത് ഐറ്റം വരെ എന്ന് പറഞ്ഞ ഷോ പൊക്കൊണ്ടിരിക്കുന്നത്. ലൈഫുള്ള സ്കിറ്റ്. അല്ല, ഇത് സ്കിറ്റിന്റെ പാറ്റേണേ അല്ല. ശ്രീജു വന്നു കഴിയുമ്പം ഷജരി നിങ്ങൾ ചത്തില്ലേ? എന്നെ ലൈഫുള്ള സ്കിറ്റുകൾ ലൈഫാണ്. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ 3 പേരും നല്ല മനോഹരമായിട്ട് ചെയ്തു. നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടിങ്, 3 പേരും ഗംഭീരമായി. നിങ്ങൾ വന്ന് നിന്ന ആൾക്കാരല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, കയറിക്കൊണ്ടേയിരിക്കുന്നവരാണ്. അത് ഫോളോ അപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. നസീർക്കയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായിരുന്നു? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, വർഷം മുമ്പ് നിർത്തിയാന്ന് പറയായിരിക്കും ഇപ്പൊ. അതെ, നസീർക്ക ഉദ്ദേശം തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്തായിരുന്നു ചോദിക്കായിരുന്നു. കുറെ കടങ്ങളുണ്ട്, അത് വീട്ടണമെന്ന് തീരുമാനം എടുത്തായിരുന്നു. അതിനിപ്പോ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഇത് കൂടെ പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെങ്കിലാണ് വാങ്ങിച്ചു. എനക്കും ആകാം. സത്യത്തിൽ നസീറൊക്കെ വർഷമാറി അറിഞ്ഞിട്ടില്ല. 2024 മുടി തന്നെ നിൽക്കുക. അപ്പൊ ഈ സമയത്ത് എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണല്ലോ ഇപ്പൊ സൂര്യശ്രീ. ഓക്കെ, ആസ് എ പെർഫോമർ, ആസ് എൻ ആർട്ടിസ്റ്റ്, നമ്മുടെ ഐറ്റം വേറയിലൂടെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് നല്ല നല്ല സ്കിറ്റുകളിലൂടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ് സൂര്യശ്രീ. ഐശ്വര്യ ദേവതയാണ് ചെല്ലുന്ന ടീമൊക്കെ ചറവറാന്ന് ഗോൾഡും സിൽവർ പഞ്ചും ഒക്കെ അടിക്കുന്നു. അപ്പൊ ഇപ്പൊ സൂര്യശ്രീയെ പറ്റിയ ഒരു സ്കിറ്റില് വിടുമെന്നൊക്കെ ടീം ചോദിച്ചു തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പൊ സൂര്യശ്രീയുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ആരൊക്കെ സൂര്യശ്രീ വന്നേക്കുന്നത്? അമ്മ, മോനെ, അപ്പച്ചി, പിന്നെ ഒരു ചേട്ടൻ. അമ്മ, മോനെ, അപ്പച്ചി, പിന്നെ നമ്മുടെ ചേട്ടൻ, എല്ലാവരും 4 പേര് ഒരുപാട് സ്നേഹത്തോടെ ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മയിൽ നിന്ന് അല്ലേ കേട്ടു തുടങ്ങാം. നമസ്കാരം അമ്മേ, സ്വാഗതം. ഇന്നൊരു സ്കിറ്റൊക്കെ നേരിട്ട് കണ്ടു. പറ, സന്തോഷം പറഞ്ഞിട്ട് ഞങ്ങളോട്. അമ്മ പേരെന്താണ്? ഉഷാമ്മ. ഹാപ്പി അല്ലേ? ഹാപ്പിയാ, വളരെ സന്തോഷം. സൂര്യയെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പറഞ്ഞിട്ടേ പോകാൻ പറ്റും. അത്രയും സങ്കടമാണ് അവിടെ കാര്യം. ദൈവത്തിന് നന്ദി പറയുന്ന ഈ ഫ്ലോറിൽ അവള് നിൽക്കാൻ പറ്റിയതിൽ. 2 മക്കളാണ് എനിക്ക്. ചെറുതിലെ 2 പേരും പാടും, ഡാൻസ് ചെയ്യും. പിന്നെ ഒരു എല്ലാ സ്കൂളുകളിലായാലും എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ അങ്ങോട്ട് മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് മാറി. പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ അവരതേ അങ്ങ് വിട്ടു. സൂര്യയെ പറ്റി പറയാനാണെങ്കിൽ സൂര്യ പാടും ഡാൻസ് ചെയ്യും. അവൾ ആക്ടിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവൾ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ പോയിട്ടാണ് അവൾ ആക്ടിങ് എന്തുവാന്ന് നമ്മൾ അറിയുന്നത്. ഒക്കെ ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡ്
മെഡലുകൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും. നമ്മളിങ്ങനെ ആക്ടിങ് ചെയ്യുമോ? അപ്പം അമ്മ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയാവോ? ആ ഞാൻ അഭിനയിച്ച് തുടങ്ങി, ഇനി ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു കലക്കുണ്ട് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു നീ എങ്ങനെ നാട്ടിൽ വന്ന് കലക്കും? എനിക്കിവിടെ ആരെയും പരിചയമില്ല. 10 വർഷം അവൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നാടുമായിട്ട് ഒരു ഇതുമില്ല. അവളെ 19 വയസ്സ് വിവാഹം കഴിച്ചു. വിവാഹവും അവൾക്ക് വളരെ മോശമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മനോജാണ് ഇതിനകത്തൂടെ വിളിച്ചത് ഫ്ലവേഴ്സിൽ. ഇതുവരെ ഈ ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയത് വളരെ പറയാൻ വാക്കുകളില്ല. അതുപോലെ സന്തോഷം. എല്ലാം എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇപ്പൊ അവിടുന്ന് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, നാട്ടിൽ വന്ന് ഞാനൊരു കലക്കുമെന്ന്. അതാണ് സൂര്യശ്രീയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കുവൈറ്റിൽ അവൾക്ക് വളരെ ഒരു 6-7 വർഷം കുഴപ്പമില്ലാതെ പോയി. 2-3 വർഷം ഒക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. കുവൈറ്റിൽ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഞാൻ നേഴ്സായിരുന്നു. അപ്പൊ എനിക്ക് വിസയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങള് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാ പോയേ. അപ്പൊ അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വിസ മാറ്റാന്നൊരു ബുദ്ധിമോശ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നി. പക്ഷെ അത് ആ വിസ മാറുന്ന ഒരു വിസ അല്ലായിരുന്നു. നമുക്ക് അറിയില്ല, അവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ല, ഭാഷ അത്ര വശമില്ല. വിസ അടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കമ്പനിയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. കമ്പനിക്കെതിരെ നമ്മൾ കേസ് കൊടുത്തു, അവർ നമുക്കെതിരെ. അപ്പം അങ്ങനെ കുറച്ച് 3 വർഷത്തോളം ജോലിക്ക് തന്നെ വല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം വിസ ഇല്ലാതെ അവിടെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷണം പോലും ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് നാട്ടിൽ തിരിച്ചെത്തുമെന്ന് പോലും വിചാരിച്ചില്ല. കാരണം വീട്ടിലൊക്കെ നമുക്കത് പറയുമ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നാട്ടിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ. അപ്പം നമ്മൾ വിസ കിട്ടും എന്ന് കരുതി ഒരാളെ വിശ്വസിച്ച് കുറേ പൈസ, ഞാനും എൻ്റെ കൂടെ കുറച്ച് നേഴ്സുമാരുണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം കൊടുത്തു. ആ പൈസയൊക്കെ പോയി, അയാൾ പറ്റിച്ചു. അപ്പം പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു. അവിടെ പൊതുമാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അപ്പോഴും മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറച്ചധികം ബുദ്ധിമുട്ട് ഒരു 2-3 വർഷം അനുഭവിച്ച് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ലക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമാണ്. ആ സമയത്ത് അവിടെ നിന്ന് ജീവനോടെ പോലും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത്രയും ചില സമയങ്ങളിൽ, അതായത് രാത്രിയും പകലും പോകുന്ന പോലും നമുക്കറിയില്ല. റൂമിൽ തന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അത്രയും കഷ്ടപ്പാടിൽ കുറേ ആൾക്കാർ സഹായിച്ചു. പിന്നെ അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് നാട്ടിലേക്ക് കയറി വരാൻ പറ്റിയത്. അത് ഈ അമ്മ പറഞ്ഞ പോലെ പാട്ട് ഡാൻസ് പ്രോഗ്രാമിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ അവിടെ നമുക്കതിനൊന്നും വലിയ പെർമിഷൻ ഇല്ല. അപ്പം ഞാനങ്ങനെ അവിടെ ഒരു ന്യൂസ് റീഡിങ്ങിൻ്റെ ഒരു ചാനൽ തുടങ്ങി, നമ്മളങ്ങനെ പോയായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് അവർക്കത് സമ്മതമല്ലായിരുന്നു പോകാൻ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി, വിസയുടെ പ്രശ്നം, കേസ്. ഇവര് കൂട്ടത്തിൽ നിൽക്കുന്ന അവര് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്തിയില്ല. ഇത് അപ്പച്ചിയാണ്, അച്ഛന്റെ പെങ്ങളാണ്. ഇത് നമസ്കാരം. എന്താ പേരെന്താണ് അപ്പച്ചിയുടെ? എന്റെ പേര് പുഷ്പമണി. ചേട്ടായി ഇത് അടുത്തുള്ളതാ. ചേട്ടന്റെ പേര് സച്ചി. എങ്ങനെയാണ് നമ്മുടെ മോള് നാട്ടിൽ നിന്ന് വന്ന് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്, എന്താണ് ഒരു അഭിപ്രായം? വളരെ സന്തോഷമുണ്ട് സാർ, അവളെ എങ്ങനെയാലും രക്ഷപ്പെട്ടാൽ മതി. രക്ഷപ്പെട്ടു കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന പോലെ സൂര്യശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ് സൂര്യശ്രീ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ അങ്ങനെയാണ് സൂര്യശ്രീയെ കൊണ്ടു നടക്കുന്നത്. സൂര്യശ്രീ എന്ന് പറഞ്ഞാൽ മിടുക്കിയാണ്. നാളെ ഒരുപക്ഷെ നല്ല സിനിമയിലൊക്കെ ഗംഭീര വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സൂര്യശ്രീ. അതുകൊണ്ട് നടന്നതെല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുക. ഇനി നടക്കാൻ പോകുന്നതായിരിക്കും സൂര്യശ്രീയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ. അത് തീർച്ചയാണ്. സന്തോഷമായിട്ടിരിക്കുക, എല്ലാം അടിപൊളിയായിട്ട് വരും. പക്ഷെ അവൻ എന്തോ പറയും, സ്റ്റൈൽ കുട്ടർ ഇവിടെ അവനവിടെ നിൽക്കുകയല്ല, കറക്റ്റ് സൂര്യശ്രീയാണ് കേട്ടോ. ഹലോ, എന്താ പേര്? അർജുൻ. നല്ല ഹെയർ സ്റ്റൈൽ. അർജുൻ ബസ് കട്ടാണോ? എന്ത് ഫെയ്ഡഡ്? എത്രല്ല പഠിക്കുന്നത്? 7th. ഏത് സ്കൂളിലാ? സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒമ്പോ. ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാ സ്കൂളില്? ആസിൽ സൈനു. ഇവർ അമ്മയുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ആസിലും സൈനും ഒക്കെ എന്താ പറയാറുള്ളത്? അവനും ഇഷ്ടമാണ്. സ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടമല്ല അമ്മയുടെ പ്രോഗ്രാംസും പെർഫോമൻസ് ഒക്കെ? ആണ്. ഓക്കെ. ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓ അടിപൊളി. അപ്പൊ അങ്ങനെ വരട്ടെ. സ്കൂളിൽ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം അല്ലേ? എല്ലാവരോടും പറയണം കേട്ടോ. സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനാപുരത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക വലിയ സൂര്യശ്രീയുടെ ശരിക്കുള്ള സ്ഥലം പത്തനാപുരമാണോ? എന്നാ പിന്നെ പത്തനാപുരക്കാർക്ക് കൊടുക്കും. എല്ലാവർക്കും വലിയ ഹൈ. എന്നാ കുറച്ച് പത്തനംതിട്ടയ്ക്ക് ഒരുക്കിട്ടത് സൈഡിൽ നിന്ന്. അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാരും കണ്ടതില്. ഇനിയിപ്പോ എല്ലാരും കുടുംബമായിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഈ പിന്നെ അങ്ങ് യാത്ര ചെയ്യാം. എല്ലാ ഷോയും എല്ലാ എപ്പിസോഡ്സും ഒക്കെ കണ്ട് കേട്ടോ. ഓക്കെ ബോയ്, ബൈ. അപ്പോ
കിണറ്റിലേക്കുള്ള ആ എടുത്തിയാട്ടത്തിന്റെ മാർക്സ്. യെസ് പ്രചോദേട്ടാ, ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ. രാജോൻ ചേട്ടാ, ഞാൻ ഒരു 13 മാർക്സ് കൊടുക്കും. അപ്പം 28,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സബ്ജക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതനുസരിച്ചുള്ള ഒരു അല്ലേ പിന്നെ തീർച്ചയായും ആണ്ട്രാ. അടുത്ത സിൽവർ പഞ്ച്. ഇനി ഇവരുടെ കടം ചോദിക്കാം നമുക്ക്. അടിപൊളി അടിപൊളി അടിപൊളി. ഷെജീറിന്റെ എത്രാമത്തെ സിൽവർ പഞ്ചാണ്? എന്റെ നാലാമത്തെ. സന്തോഷം പറയൂ. സന്തോഷം, ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ സന്തോഷം. ഓക്കെ, ഇത് അടുപ്പിച്ച് ഇവരുടെ 4ാമത്തെ പഞ്ചാണ്. അടിപൊളി. 3 സിൽവർ പഞ്ചും 1 ഗോൾഡും. അടിപൊളി. ഓ ശ്രീജു, എന്താ ശ്രീജു ഇത്? പറ ശ്രീജു. ഇവിടെ വന്ന് ഒരു 30, 40, 20ലേക്ക് പൊക്കോണ്ടിരുന്ന ഞാൻ ഒരു 4 ഒക്കെ അടുപ്പിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സത്യം, അതിന് എന്റെ ടീം ഇവരാണ് കേട്ടോ എന്റെ എല്ലാം. സത്യം, ഇവരുടെ ഒരു പ്രസൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് സത്യം എനിക്കിത് സന്തോഷം, ഒരുപാട് സന്തോഷം. സൂര്യശ്രീ, ഒരു കലക്കുമെന്ന് പറഞ്ഞ് വന്നാ കലക്കിക്കൊണ്ടിരിക്കുകയാണ്, പറയൂ. അല്ല, ഇന്ന് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒത്തിരി സന്തോഷങ്ങളൊന്നും എൻ്റെ പേരൻസിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയാണ് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അവരിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അത് ഇവിടുന്ന് തുടക്കമായി. തീർച്ചയായിട്ടും. ജീവ 8 വർഷം കഷ്ടപ്പാട് അനുഭവിച്ച ആളാ. 1 വർഷം കൊണ്ട് ഇവിടെ പിടിക്കാം നമുക്ക്. അതെ. അപ്പോ ഈ ടീമിന് നല്ലൊരു കൈഡി. ബാക്ക് ടു ബാക്ക് സിൽവർ ആൻഡ് ഗോൾഡ് പഞ്ച്. ഇപ്പൊ 95,000 രൂപ. ഇങ്ങനെ തന്നെ പോട്ടെ, ഉഷാറായിട്ട് പോട്ടെ. 5,000, 8,000, 10 തന്നു. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെയിലെ ആദ്യത്തെ ടീമസ് 916 ദുബായ് കിടക്കുക. അപ്പോ ഷെൽവൻ, ശംഭു, ശ്യാം, സ്വാഗതം. പ്രിയമുള്ളവരെ, കടക്കാവൂർ പുല്ലാങ്കുഴൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്തനാടകം വേദിയിൽ ആരംഭിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും അളിയാ. അപ്പൊ നിനക്ക് മാനക്കേടുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഇവിടെ ബാല്യ കളിക്കാൻ വന്ന നീ എന്റെ സൽസ്വഭാവിയായ പെങ്ങളെയും വിളിച്ചിറക്കിട്ട് പോയതല്ലോ. നീ സൽസ്വഭാവി. ഞാൻ ബാല കളിക്കാൻ വേണ്ടി വന്നിറങ്ങിയ സമയത്ത് ആദ്യം അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴും അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. ഞാൻ ബാല കളിച്ചോണ്ടിരുന്നപ്പോഴും അവളെന്നെ നോക്കി ചിരിച്ച്. അവസാനം ബാല കഴിഞ്ഞ് ഞാൻ ബൈക്കിൽ കയറിയപ്പോ എന്റെ പുറകെ വന്നിരുന്നിട്ട് പറയണ് ഞാനും പറഞ്ഞെണ്ണാന്ന്. ഭയങ്കര സൽസ്വഭാവം തന്നെ. എന്നാലും ഞാൻ ആലോചിക്കണം, അവൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള പെണ്ണാണ്, നിന്റെ കൂടെ എന്തിനാ ഇറങ്ങി വന്നവള്? ഭയങ്കര വിദ്യാഭ്യാസം തന്നെ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് എന്റെ അടുത്ത് പറയണു, അണ്ണാ സീരിയൽ ഇട്, എനിക്കൊന്ന് TV കാണണമെന്ന്. ഞാൻ TV ഇട്ട് കൊടുത്ത്. വെറുതെ ഞാൻ ഒരു കുശലം ചോദിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് ചോദിച്ച് TV കണ്ടുപിടിച്ചതായിരുന്നു. അപ്പൊ നിങ്ങളെ വിദ്യാഭ്യാസമുള്ള അനിയത്തി പറയാണ് പുലേനാർ കോട്ടയിലെ ഒരു ഡോക്ടറെന്ന്. ഭയങ്കര വിദ്യാഭ്യാസം തന്നെ. എടാ, അത് പറയാൻ നിനക്ക് എന്തോന്ന് യോഗ്യത ഉണ്ടാ? യോഗ്യത കലാകാരൻ, തികഞ്ഞൊരു കലാകാരൻ. എന്റെ അച്ഛൻ പറഞ്ഞു ഞാനൊരു കലാകാരനാണ്. നീ ബാലയുടെ ഡ്രസ്സ് ഇട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലായി. എടാ, അത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ തന്തയ്ക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ട് നാട്ടിൽ കൊട്ടേഷൻ കൊടുത്താ. ഞാൻ വെച്ച് വെട്ടുവേ. ഞാൻ വെച്ച് എന്റെ വാളും കിരീടം അവ എടുത്തു വെച്ചാണ് സാറേ. നീ ഏത് കൊട്ടാരത്തിലാ പാടും? എന്നാലും എന്നെ കണ്ടിട്ട് രാജാവെന്ന് പറയരുത്. എടാ, നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ ഇത് കണ്ടോണ്ട് ഇത്രയും ആൾക്കാർ ഇരിക്കുവാണ്. ഞാൻ എങ്ങനെയാണ് അത് പറയുന്ന? ആടാ നീ പുല്ലാങ്കുഴൽ വേണു. എനിക്ക് വേണ്ട, നീ എടുത്തോ ചോദിക്കൊടു. പുല്ലാങ്കുഴൽ വേണോന്ന് ചോദിച്ചു. പുല്ലാങ്കുഴൽ തിയേറ്റേഴ്സിന്റെ നടനാണ് വേണു. ആണല്ലേ? നീ ആടാ? ഞാൻ 5 ഏക്കർ മണിയെ. നിന്റെ വസ്തുവിന്റെ അളവ് ഞാൻ ചോദിച്ചില്ല, പേരാണ് ചോദിച്ചത്. പേര് പറയടാ. അല്ല സാറേ, എന്റെ വീട്ടുകാരുടെ ചേർത്താണ് പറഞ്ഞത് 5 ഏക്കർ മണിയെന്ന്. തന്നെ? ഞാൻ ഇപ്പൊ 1.5 സെന്റിൽ ഒരു കൊച്ചു വീട് വെച്ച് താമസിക്കും. അത് ശരി. 1.5 സെന്റിൽ ഒരു വീടും വെച്ച് താമസിച്ചിട്ട് 5 ഏക്കർ മണിയെന്ന് പേരാ. 1.5 സെന്റിൽ ഒരു കൊച്ചു കോട്ട മണിയാത്തെന്താ? അതിന് അപ്പൊ ബേപ്പൂർ കോട്ട മണിയെന്ന് നിനക്ക് പേരിടായിരുന്നു. അപ്പൊ 5 ഏക്കർ എന്താടാ പ്രശ്നം? എന്താടാ അമ്പലം? സാറേ, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഇവിടെ ബാലയ്ക്ക് വന്നതാണ്. എന്റെ പെങ്ങളെ കൈയും കാലും കാണിച്ചവൻ വിളിച്ചിറക്കിട്ട് പൊക്കളന്ന്. അറിയാമോ സാറിന്? എടാ, ബാല കളിക്കാൻ വന്നിട്ട് നാട്ടിലെ പെമ്പിളരെ വിളിച്ചോണ്ട് പോക്കാണോ എന്റെ പരിപാടി? ആണാടാ? അത് സാറേ, ഞാനും
തൊടുപുഴ രാജച്ചേട്ടനും ഭരതന്നൂർ ലീല ചേച്ചി ഇവിടെ വന്ന് പാല കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു, ഞാൻ വിളിച്ചുകൊണ്ട് പോയി. ദാസേട്ടന്റെ സൗണ്ട് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ പ്രവൃത്തി ടി ജി രവിയുടേതായിപ്പോയടാ. അവളെന്നെ വെറുതെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. എങ്ങനെയാ എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. മണിയാ, ഓ ഇപ്പോഴത്തെ പെമ്പിളരൊക്കെ എങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ സാർ. എടാ, ഈ സുഗ്രീവൻ നീ വേറെ എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഈ വേദിയിൽ ഇവിടെ മാത്രം ഒറ്റ പ്രാവശ്യം ഞാൻ ജയിച്ചോളൂ. അതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അളിയന്മാര് നിന്റെ വാളെടുത്തോണ്ട് ഇങ്ങനെ ഇതുപോലെ ഓടിയാനാ ഒരുപാട്. എന്റെ വാളെങ്കിൽ തരാൻ പറഞ്ഞു. ഞാൻ തരൂല സാറേ, അത് നിസ്സാരമാണെന്നല്ല. പിന്നെ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ വാളാണ്. നീ എന്തൊക്കെയാണ് പറയണത്? ആദ്യം നിന്റെ വാളാന്ന് പറയുന്നു, ഇത് പിന്നെ ആരാ കട്ട വാളാന്ന് പറയുന്നത്? ആരെ വാളുടെ ഇത്? ആ സമിതിയിലെ വാളാണ്. സുമതിക്ക് എന്തിനാ വാള്? മീൻ കണ്ടിക്കാനാ? സുമതിയല്ല, സമിതിയുടെ വാള്. ഈ വാളും പിടിച്ചോണ്ട് ഞാൻ സ്റ്റേജിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് നിന്നിട്ട് ഡയലോഗ് ഉണ്ട് സാറേ. എന്താണ്? നീ വന്ന് വിട്ടായ, പോയ വിട്ടായ, ഇറക്കി വിട്ടായ, തിരിച്ചു വിട്ടായ. വേണു, കമ്മിറ്റിക്കാര് കഴിക്കാൻ ഇന്ന് എന്താ തന്നെ? ദോശയും കിഴങ്ങേറി. അപ്പൊ ഇരുന്ന് വിട്ടായാണ് കറക്റ്റ്. നീ എന്തൊക്കെ പറയുന്നത്? ഇത് സാറ് കളിയാക്കരുത്. ഞാൻ ബാല കളിക്കാൻ പറമ്പിൽ ചെന്ന ജനസാഗരമാണ്. ജനസാഗരം സാറാ പറമ്പിൽ നോക്കിയാണ്. 2 കരിമ്പും 3 ബലൂണും അവന് ജനസാഗരം. പിടിക്കാതെ കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ നീ വന്ന് നോക്കാത്തത്? ആ, കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ ഞാൻ പോയായിരുന്നു. ഒരാൾ അധികം ഉണ്ടായിരുന്നു. ആര്? ഒരു പട്ടി. ഇവ കട്ടബൊമ്മനായിട്ട് വന്നതും പട്ടി സ്റ്റേജിൽ കയറി അവരെ കടിച്ച് 3 ആഴ്ച ഇടമായി മൂലം പൊക്കി പിടിച്ച് കിടന്നത്. കളിയാക്കരുത്. നമ്മളെ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് സാറിന്റെ അവിടെ നോക്കിയാൽ മതി. ഫസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ, ഒറിജിനലായിട്ട് നമ്മൾ മഴ പെയ്യിപ്പിക്കും. ആണല്ലേ? അതെന്തായാലും നന്നായി കേട്ടാ. ഇല്ലെങ്കിൽ ചിലപ്പോ കമ്മിറ്റിക്കാർ സ്റ്റേജ് കത്തിച്ചാലേ വിഷയാവും. ആദ്യം തന്നെ നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ പറ്റില്ല. എന്റെ ചോറാണത്, എന്റെ ചോറ്. ഇന്ന് പോകുന്ന സാറേ, എന്റെ അനിയത്തി ഇല്ലാത്ത വിഷമം ഞാൻ എങ്ങനെ മാറുന്നറിയാമോ? അവളെ ഓർമ്മയ്ക്ക് വേണ്ടി അവള് പണ്ട് കളിച്ച പാവക്കുട്ടി എടുത്തോണ്ട് നടക്കും, പൗരട്ടിനെ എടുത്തോണ്ട് പറക്കിക്കൊണ്ട് നടക്കും. അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ പറക്കിക്കൊണ്ട് നടക്കും സാറേ. നീ ആക്രയും പറക്കി നടന്നിട്ട് ആ പെണ്ണിന്റെ പേര് കൊണ്ട് വെക്കണം എന്തിനാ? ആവശ്യമില്ലാത്ത ഇത് പറക്കൊണ്ട് നടന്നു. അങ്ങനെ പറയരുത്. എന്റെ പെങ്ങൾ ഇറങ്ങിപ്പോയതിന്റെ മനോവിഷമത്തില് എന്റെ അച്ഛൻ നാട് വിട്ടുപോയി സാറേ, നാട് വിട്ടുപോയി. അച്ഛൻ നാട് വിട്ടുപോയി ഒരു പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് പോയിട്ട്. മനസ്സാക്ഷി ഉണ്ടോടാ ബാല കളിക്കാന്ന് പറഞ്ഞ് നടന്നിട്ട്? പുള്ളി എവിടെ പോയ? പട്ടായയിൽ ഇപ്പൊ ചായക്കട നടത്തും. എവിടാ? പട്ടായയില്. എന്തോ അസുഖം എന്ന് പറഞ്ഞാൽ മനോദുഃഖോ? മനോവിഷമല്ല, മനോസുഖം. അവൻ ചായക്കട, അവൻ പെണ്ണിറങ്ങി പോകാൻ വേണ്ടി ഇരുന്നാടാ, പെട്ടെന്ന് പട്ടായ പോയി. സാറേ, സാറൊരു കാര്യം മനസ്സിലായി. സാറൊക്കെ ഇവന് മാത്രമാണോ പെങ്ങളുള്ളത്? എനിക്കുണ്ട് ഒരു പെങ്ങൾ. അവക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ടയറാത്ത് ഗുജർ കമ്പനിയിൽ എത്ര വർഷം പോയെന്നറിയാമോ? എവിടെ? ടയറാത്ത് ഗുജർ കമ്പനിയിൽ. അവക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോയ സമയത്ത് കുറച്ച് വിദ്യാഭ്യാസം നീ എടുക്കാത്ത എങ്ങനെ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞാ ഗുജറാത്ത് ടയർ കമ്പനിയിൽ. സാറേ, സാറിനൊരു കാര്യം അറിയാമോ? ഇത് ഏറ്റവും വലിയ വിഷമമെന്നറിയാമോ? ഞാനും എന്റെ പെങ്ങളോട്ട് 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അതിന്റെ പരാതി എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പട്ടായയിൽ ചായക്കട നടത്തുന്നവരുടെ അവന് മാത്രമേ പെങ്ങൾ സ്നേഹമുള്ളൂ. എവന്റെ പെങ്ങളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? അവള് കരഞ്ഞാ ഞാനൊന്ന് കരയും, അവള് വീണാ എനിക്കൊന്ന് നോവും, അവൾ ഉണ്ടില്ലെങ്കിൽ ഞാൻ ഉണ്ണും. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഉണ്ടില്ലെങ്കിൽ ഉണ്ണൂലെന്നല്ലേ. എനിക്ക് ഷുഗർ ഉണ്ട്, കൈ ഉറയ്ക്കും. അവക്ക് ഷുഗർ ഇല്ലല്ലോ. അങ്ങനെ സാറേ, ഇപ്പൊ മനസ്സിലായ എന്റെ പെങ്ങളെ അവൻ കഷ്ടപ്പെടുത്തണം. എന്താ കഷ്ടപ്പെടുത്തുന്നത് സാറേ? ഞാനൊരു ആണല്ലേ, എന്നൊരു പുരുഷനായിട്ട് അവള് കണ്ടിട്ടില്ല. വീട്ടിലെ എല്ലാ ജോലി ഞാൻ ചെയ്യണം. പാത്രം കഴുകണം, തുണി കഴുകണം, മുറ്റമടിക്കണം. ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു പുരുഷന്റെ സ്ഥാനം അവള് തരത്തില്ല സാറേ. വേണോ ഇനി വേടാ വേണോ? ഇതെല്ലാം ചെയ്തിട്ട് നീ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവള് സ്ഥാനം തരുന്നതിന്? വാള് മേടിച്ച് തരണമെങ്കിൽ അതിൻ്റെതായ രീതിയുണ്ട്. എന്തുകൊണ്ട്? രണ്ടുപേരും പെറ്റി അടയ്ക്കണം. എനിക്ക് സാറിന് പെറ്റി അടയ്ക്കണം. സാറ് പോയി പെറ്റി അടച്ചാ പോലെ സാറേ, നമ്മൾ എന്തിനു പോയി പെറ്റി അടയ്ക്കണം? എടാ, അതല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്ക് 5000 രൂപ പെറ്റി അടയ്ക്കണം. എന്തിന്? പബ്ലിക് ന്യൂസൻസ്. പബ്ലിക് ന്യൂസൻസ്. ഗ്രഹണം മാറ്റിച്ചല്ലോ, അതിനൊരു സമയമുണ്ട്. സൂപ്രണ്ട് ഓഫ് ദ പോലീസ് ഒരു നാൾ അത് ഗ്രഹണം വായിച്ച് തിരിച്ചു വരും. വേണു, നീ കുനിയണോ അതോ ഞാൻ കുനിക്കണോ? എന്തിന് പോലീസുകാർ നമ്മളെ വണ്ടിയിലേക്ക് കയറാൻ വരുന്നത്? എന്തിന് പോലീസുകാർ നമ്മളെ വണ്ടിയിൽ? രണ്ടുപേരും വ്യക്തമായിട്ട് പറയണം പോലീസിന്റെ മീനിങ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു ബഹളം വെക്കാൻ നടക്കുന്നു. സാറേ, പോലീസിന്റെ മീനിങ് എനിക്കറിയാം. പറയടാ. പോലീസിന്റെ പി എന്ന് പറഞ്ഞാ
വിസില്. ഓ എന്ന് പറഞ്ഞാ ഓടിച്ചിട്ട് പിടിക്കും. എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ പിടിച്ച് നമ്മളെ ഇടിച്ച് എല്ലൊടിക്കും. ഐ എന്ന് പറഞ്ഞാൽ ഈർക്കിലിന്റെ പരിപാടി. പിന്നെ ICE ഇത് പണ്ട് നമ്മളെ ഇവിടെ ഇരുന്ന പറ്റിയ നമ്മളെ SI പേരില്ലേ, ഐസക്ക്. വേണു, നിനക്ക് എപ്പോഴും ഇത് വേണം. ഞാനേ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഹലോ നന്ദു, ഈ പോലീസിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ്? എന്തോ ആണല്ലേ? ഇപ്പൊ നോക്കിയിട്ട് പറയാന്ന്. സാർ അത് നോക്കിയിരിക്കുന്നത് മേടിച്ച് സാറാ ഞാൻ ഞാൻ അത് മേടിച്ചു തരാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്. കമ്മറ്റിക്കാര് പിടിച്ചു വെച്ചേക്കുന്നത് എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും ഇനി മേടിച്ചാണ്. മനസ്സിലായില്ല? ഇന്നലെ നാടകം കളിക്കാൻ വന്നപ്പോഴേ കമ്മറ്റിക്കാര് എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് അത് മേടിച്ചതാ. അപ്പൊ സാറ് ക്ലൈമാക്സ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. കൊല്ലം തുളസി, പ്രശസ്ത നാടക നടൻ. നല്ലൊരു കൈഡി ടീം എസിന്, നല്ലൊരു കൈഡി. ഷാജൻ ചേട്ടാ, ശംഭു, സെൽവൻ, ശ്യാം, നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ആ ഒരു ഗുമ്മുണ്ടല്ലോ നമ്മുടെ സെൽവൻ ആൻഡ് ടീം വരുമ്പം കിട്ടുന്നതിൻ്റെ ആ ഒരു ഭയങ്കര ഹൈപ്പിലുള്ള ഗംഭീര പൊട്ടിച്ചിരികളുണ്ട്. ആ പൊട്ടിച്ചിരികളിലോട്ട് പോകാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. പക്ഷേ അതിനർത്ഥം സ്കിറ്റ് മോശമാണെന്നുള്ളതല്ല. നല്ല ചിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശംഭു എന്ത് കോസ്റ്റ്യൂമാണ് ശംഭു, നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങോട്ട് ഇവിടെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും 3 പേരും കൊള്ളാം. ശ്യാമും നന്നായിട്ട് വന്നു. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി പരിപാടി സെൽവൻ്റെ കാണുന്നതാണ് എല്ലാ സ്കിറ്റിലും. അതില്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അതർവൈസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അതുതന്നെയുള്ളൂടാ കാര്യം. നിങ്ങൾ 3 പേരും വരുമ്പം നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാണും. ഒന്നാമത് നിങ്ങളുടെ കളിയിൽ തന്നെ റേഞ്ചിനൊരു വ്യത്യാസമുണ്ട്. നിങ്ങളിതല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം മേളിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന 3 പേരാണ്. ശംഭുവാണെങ്കിലും ശ്യാമാണെങ്കിലും സെൽവനാണെങ്കിലും. നിങ്ങളുടെ സ്ക്രിപ്റ്റിനും നിങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ പ്രത്യേക സുഖങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതൊന്നും ഇല്ലാതെ വന്നതിൻ്റെ ഒരു കുഞ്ഞ് ഫീലിങ് അത്രയേ ഉള്ളൂ. അത് പോരാ, നമുക്കത് മാറ്റിയെടുക്കണം, നന്നാക്കണം. ഈ പറഞ്ഞു വന്നത് ഇപ്പോൾ കളിച്ച സ്കിറ്റ് മോശമാണെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, നമ്മൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. നമ്മളെക്കാട്ടിലുപരി നമ്മുടെ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊന്നും ഓടിയെത്താൻ പറ്റിയില്ല. ശ്രമിച്ചാൽ മതി, നന്നാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. സെൽവ, ശംഭു, ശ്യാം, എനിക്ക് കണ്ടന്റ് ഞാൻ ഉഗ്രം ഗൈഡ് തരാം കേട്ടോ. ഉഗ്രം കണ്ടന്റായിരുന്നു. കാരണം ഇത് പൊതുവേ നമുക്കറിയാം, ഉത്സവ സീസണാണ്. ഇങ്ങനെ ഈ പറയുന്ന പോലെ അവിടെ വരുന്നു, പെങ്ങളെ കല്യാണം കഴിച്ച് പോകുന്നു, അങ്ങനെയുള്ള മാറ്ററുകൾ വരുന്നു, അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ശംഭു നിങ്ങൾക്കൊരു ഗംഭീര ഗൈഡ് തരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് കൗണ്ടർ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ 3 പേര് ഒരു മാറ്റർ കൊടുത്തിട്ട് സ്കിറ്റ് കളിക്കണമെന്ന് നിങ്ങൾ കളിച്ചിരിക്കും. പക്ഷെ അവിടെ ബലിയാടാകുന്നത് ശംഭുവാണ്. എന്നറിയോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇല്ലെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുക. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സ്കിറ്റിലൊരു പാസ്റ്റിൻ്റെ സംഭവം ശംഭു ചെയ്ത് പരിചയമില്ല. പക്ഷേ ശംഭു അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ സാധനത്തിലേക്ക് കൊണ്ട് 2 ഭഗവാനെ ഒഴിച്ചാൽ ബാക്കി എല്ലാം ശംഭു ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലെ ശംഭു നിങ്ങളൊരു ഉഗ്രം കലാകാരനാണ്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹാർഡ് വർക്കിൽ ഈ ചില സമയത്ത് ഒരു നെഗറ്റീവൊക്കെ അടിക്കുമ്പോഴാണ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു മൂഡ് ഔട്ടാകുക. നിങ്ങൾ മൂഡ് ഔട്ടൊന്നും ആണ്ട കാര്യമില്ല ശംഭു. നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ശ്യാമിനെ സംബന്ധിച്ച് ശ്യാം നിഷ്കളങ്കമായിട്ട് നിന്ന് കൗണ്ടർ അടിക്കുന്നത് നിങ്ങളുടെ 3 കോമ്പിനേഷൻ ഉള്ളതുകൊണ്ടാണ്. ആ കൗണ്ടർ ഇന്നും രജിസ്റ്ററായി. നിങ്ങളുടെ ശ്യാമിൻ്റെ എല്ലാ കൗണ്ടറിനും ഭയങ്കര ചിരിയുണ്ട്. പിന്നെ സെൽവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെൽവൻ അറിയാം എന്താണ് ഇതിൻ്റെ റിസൾട്ട്, എന്താണ് കളിക്കുന്നത്, ക്ലൈമാക്സ് എന്ത്. സെൽവൻ്റെ ഒരു ഒറ്റ പഞ്ച് ക്ലൈമാക്സ് ആണ് പ്രത്യേക ശ്രദ്ധിക്കണം. കാര്യം അത് നമുക്കറിയാം ഇത് ഇയാളുടെ ക്ലൈമാക്സിലേക്ക് വരുന്നൊരു പരിപാടിയാണ്. സെൽവൻ ഇതെല്ലാം മനസ്സിലേക്ക് പോകുന്നവരാണ്. ഈ ഒരു കോംബോ ഇവരുടെ 3 ജെന്യൂനിറ്റി ഞാൻ പറഞ്ഞു ശരിയല്ലേ ശെൽവ, ശംഭു, ശ്യാമല്ലേ? ഒരു ചെറിയ സാധനത്തിൽ നിന്ന് ഇത്രയും നിങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കാര്യം. ഇതിനകത്ത് ഭയങ്കര മഹത്തര സംഭവമൊന്നുമില്ല. പക്ഷെ ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. അടിപൊളി. മാർക്സ് കൊടുക്കാം. നസീർക്ക. ഞാനൊരു 8000 രൂപ കൊടുക്കാം. 8000 രൂപ. ഷാജൻ ചേട്ടാ. ഞാനും ഒരു 8000 രൂപ കൊടുക്കുന്നു. 16000 രൂപ ടോട്ടൽ എമൗണ്ട്. പ്രചോദേട്ടാ. അതാ ഗൂഗിൾ പേ ചെയ്തു. ഒന്നോടെ ടോട്ടൽ എമൗണ്ട് 40000 രൂപ. ഓക്കെ, ഇതിന്റെ ഇരട്ടി വാങ്ങിക്കണം നമുക്ക്. അതാണ് നമ്മുടെ റൂട്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട്. ഓക്കെ ഓക്കെ ശംഭു പോയെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിൽ ഒരു ഐറ്റം കാര്യം പറയാൻ പോവാണ്. നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന
ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തുള്ളിച്ചാടുന്ന ഒരു ഐറ്റം സാധനം. എന്താ പറ പെട്ടെന്ന് പറ. നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന് ഇത് ഐറ്റം വേറെ വന്ന പോലെ ഒരു ഐറ്റം ഗെയിം ഷോ വരുന്നു. ഗംഭീര ഷോ, ഒരു ഗംഭീര ഷോ. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. അത് അതിൻ്റെതായ സമയത്ത് നമ്മളെ ഫ്ലവേഴ്സ് TV അറിയിക്കും. പക്ഷെ വരാൻ പോകുന്നത് ഒരു ഐറ്റം ഷോ ആണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോ എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഒറ്റ വാക്കി പറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡ ഗെയിം ഷോ. എടാ ജീവ, ഫ്ലവേഴ്സിൽ നിന്ന് വിരിയുന്ന എല്ലാ പൂക്കളും പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണ് ഭയങ്കരമായിട്ട്. അതേപോലെ ഒരു പൂവും കൂടെ വരാൻ പോവാണ്. അതുകൊണ്ടല്ലേ അവര് പറഞ്ഞേ ഇത് ഐറ്റം വേറെ തന്നെ ഈ ഒരു ഐറ്റത്തെ പറ്റി പറയണമെന്ന് പറഞ്ഞു. ജീവ, എന്ത് ഷോ ആയാലും അതിൽ സിൽവറോ ഗോൾഡ് പഞ്ച് വേണം അല്ലേ? തീർച്ചയായിട്ടും. ഇനി അങ്ങോട്ട് ഫ്ലവേഴ്സിൽ നിന്ന് പഞ്ചുള്ള ഐറ്റങ്ങൾ മാത്രം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിക്കുക, ബാക്കി കാര്യങ്ങൾ അവര് പറഞ്ഞു തരും. വരിക, ഫ്ലവേഴ്സ് TV എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ഡ ഗെയിം ഷോയിലേക്ക്. ഓക്കെ, ഇത് ഐറ്റം വേറെ പോലെ അതും ഫ്ലറിഷ് ആവാൻ നമ്മൾ പ്രാർത്ഥിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇറങ്ങാം. കഴിഞ്ഞ സമയം കഴിഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? നന്നായിട്ട് ചിരിച്ചില്ലേ? അപ്പൊ നന്നായിട്ട് പോയി കിടന്നുറങ്ങാം. ഇതിലും നന്നായിട്ട് ചിരിക്കാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞ എല്ലാവരും ഇതേ യൂണിഫോമില്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.